ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വണ്ടി പട്ടു എണ്ണ കഴിഞ്ഞിട്ട്. ആക്ച്വലി എൻ്റെ വണ്ടിയിൽ മീറ്റർ വർക്ക് ചെയ്യില്ല, അതായത് ഫ്യൂൽ മീറ്റർ വർക്ക് ചെയ്യില്ല. വന്നതാണ് കറക്റ്റ് പുതുനേരം എണ്ണ അടിക്കാമല്ലോ കൊണ്ട് വന്നതാണ്. ചെറിയ മിസ്സിങ് കണ്ടപ്പോൾ എണ്ണ അടിക്കാമല്ലോ കൊണ്ട് വന്നതാണ്. അതിന് മുമ്പ് സ്റ്റക്കായി വണ്ടി എണ്ണ കഴിഞ്ഞ് നിന്നു. അപ്പിരിക്കുക. അപ്പോൾ ഞാൻ അനിയനെ വിളിച്ചിട്ട് പെട്രോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ശരി ഇപ്പോൾ വാങ്ങിയിട്ട് വരുന്നുണ്ട്. മീറ്റർ വർക്ക് തന്നെ പണി കിട്ടി. ഇപ്പോൾ ശരി പനിയും വേണ്ടി അനിയൻ വന്ന് പെട്രോൾ അടിച്ചിട്ട് 2 കംപ്ലൈൻറ്റ് ഉണ്ട് നമുക്ക് വർക്ക് പോയിട്ട് വരുന്നെങ്കിൽ. ഗായ്സ്, എണ്ണ അടിച്ചു കഴിഞ്ഞു. എണ്ണ അടിച്ച് കഴിഞ്ഞാൽ അനിയൻ പെട്രോൾ കൊണ്ട് വന്ന് എണ്ണ അടിച്ചു, ഫില്ല് ചെയ്തു. ബട്ട് വേറൊരു പണി കിട്ടി. വണ്ടി ഇവിടെ നിർത്തിയതിൽ ഒരു ആണി കയറിയിരിക്കണം ടയറിൽ. കാണിച്ചരാ, ട്യൂബ്ലെസ് ടയറാണ്, ഒരു ആണി കയറിയിരിക്കണം. അയ്യോ, ഇപ്പോൾ കുറച്ച് എയറുണ്ട്, ഇതെടുത്ത് കംപ്ലീറ്റ് എയറും പോവും. ഇപ്പോൾ നേരെ നമുക്ക് പോയി ഒരു 100 രൂപയ്ക്ക് പെട്രോൾ മാത്രം വാങ്ങിയിട്ട് വന്നുള്ളൂ. പോയി പമ്പിൽ പോയി 500 പെട്രോൾ അടിച്ചിട്ട് ഈ ട്യൂബ്ലെസ് ടയർ ഒന്ന് കുത്തിവിടാം വർക്ക്ഷോപ്പിൽ പോയിട്ട്. ഇതൊരു പണി കിട്ടി എനിക്കിപ്പോൾ. പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ പമ്പിൽ പോയിട്ട് 500 രൂപ എണ്ണ അടിക്കാം. പമ്പിൽ പോയി 500 രൂപ എണ്ണ അടിച്ചിട്ട് നേരെ പഞ്ചർ കടയിൽ പോയിട്ട് ആ ട്യൂബ്ലെസ് ഒന്ന് കുത്തിവിടാം. ഞാൻ ഇനി അടുത്ത ആ ട്യൂബ്ലെസ് ടയർ നമ്മൾ പഞ്ചർ ഇട്ട് മറ്റേ സാധനം കിറ്റ് വാങ്ങാൻ വേണ്ടി പോകാം. എന്തായാലും നമ്മുടെ 3-4 വണ്ടിയിലും ട്യൂബ്ലെസ് ടയറാണ്. ഒമിനിയും ട്യൂബ്ലെസ് ആണ്, നമ്മുടെ 800 ട്യൂബ്ലെസ് ആണ്, എക്സ്പൾസും 615 4 ട്യൂബ്ലെസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കത് വാങ്ങിയാൽ ഇങ്ങനെ ഉപകാരപ്പെടും. അപ്പോൾ ഓൺലൈനിൽ അതൊന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നേരെ ഞാൻ പമ്പിൽ പോട്ടെ. പമ്പിൽ പോയിട്ട് കുറച്ച് എണ്ണ അടിച്ചേക്കട്ടെ, ഒരു 100 രൂപയ്ക്ക് എണ്ണ അടിച്ചേക്കട്ടെ. ഗായ്സ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് എണ്ണ അടിക്കണം പോയിട്ട്. അപ്പോൾ നേരത്തെ ഇവിടെ അടുത്തായിരുന്നു പമ്പ്. ഞാൻ എണ്ണ കഴിയുമെന്നും ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരെ പമ്പിലേക്ക് ഈ റോഡ് വന്നത്. പമ്പത്തത്തുനിന്ന് പോയി സാധനം ഫുള്ള് കഴിഞ്ഞു എണ്ണ. പിന്നെ ആക്ച്വലി ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ടൈമിന് എൻ്റെ അനിയൻ വിളിച്ചു. എവിടെ ഉണ്ണി കേട്ടപ്പോൾ പൂന്നേരത്തുണ്ട് പറഞ്ഞു. ശരി, അപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ട് പോകാൻ താനോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ HP പമ്പിൽ പോയി എണ്ണ അടിച്ചു വിടാം. 2 സൈഡ് വണ്ടികൾ നോക്കിയിട്ട് വേണം കയറാൻ. ഏകൻ ഈ സൈഡ് നല്ല വണ്ടിയുണ്ട്. ഓക്കെ, നല്ല കയറാം. ഓക്കെ, അങ്ങനെ പെട്രോൾ പമ്പ് എത്തി. HP പെട്രോൾ പമ്പ്. അപ്പോൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു, 500 രൂപ പെട്രോൾ അടിച്ചു. ഈ വണ്ടിയിൽ എയർ ഓടിക്കും, എന്തായാലും പഞ്ചറായതല്ലേ, കുറച്ച് എയർ അടിച്ചു വിടാം. ഓക്കെ, സെൽഫായിട്ട് അടിക്കും, നമ്മൾ തന്നെ അടിക്കും വണ്ടിയിൽ എയർ. ഇതും കുറവുണ്ട്, ഇതൊന്ന് കയറ്റി വിടാം. അപ്പോൾ എയർ അടിച്ച് കഴിഞ്ഞു നേരെ നമുക്ക് വർക്കിൽ പോവാം. വർക്കില്ല, ഫസ്റ്റ് പോകുന്നതിന് മുമ്പ് പഞ്ചറക്കടയിൽ പോയിട്ട് സാധനം കുത്തി എടുക്കണം. ആ സാധനം ഞങ്ങൾ പുതുനഗരം കരിമണ്ട വീട്, നമ്മുടെ അവിടുത്തെ കരിമണ്ട വീട്. ഇവിടെ അല്ല, നമ്മുടെ അറിയുന്ന ഒരാളുടെ കടയുണ്ട്, ബാബുവേട്ടൻ്റെ ഒരു പഞ്ചരക്കടയുണ്ട്. അവിടെ പോയി ഇവിടെ ഒരു പഞ്ചരക്കടയുണ്ട്. ഇവിടുത്തെ ആൾ എനിക്ക് അത്ര പരിചയമില്ല. പുള്ളിക്കാരൻ നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ പോയി കുത്തിയെടുത്ത് വിടാം സാധനത്തിൽ. അങ്ങനെ ഇതാ പഞ്ചരക്കടി സൈഡാക്കാം. ആൾ തുറന്നിട്ടില്ലേ? തുറന്നിട്ടുണ്ട്. ബാബുവേട്ടൻ്റെ കട തുറന്നിട്ടുണ്ട്. പഞ്ചർക്കട, ബാബുവേട്ടൻ അവിടെ നിൽക്കണം. ഞങ്ങൾ ബാബുവേട്ടൻ്റെ വർഷാപ്പെത്തി. നല്ലൊരാണ് കയറില്ല പോട്ടോ. ഞാൻ ഇപ്പോൾ പമ്പിലെത്തിയപ്പോഴാണ് ഈ സാധനം നമുക്ക് കണ്ടത്. എയർ കമ്മിയായി നോക്കിയപ്പോൾ. ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് ഒരു ചെറിയൊരു സമാനത്താണ്. ട്യൂബാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാബുവേട്ടനെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഈശോ ചെറിയൊരു നെട്ട് കുറേ ഉള്ളൂ. എന്തായാലും നല്ലൊരു പണി കിട്ടി. നോക്കി സെപ്പറേറ്റ് ഒരു ഗമ്മും ചേർത്തല്ലോ ഇതിൽ ഉണ്ട്. എന്നാലും നമ്മുടെ ഒരു സമാനത്തിനല്ലേ ഗമ്മുണ്ട്. എന്നാലും നമ്മൾ ഈ മൗത്ത് എത്ര വരും കേട്ടെ ട്യൂബ്ലെസ്സിൻ്റെ മൗത്ത് 100 രൂപ വാങ്ങിക്കും.
എൻ്റെ കയ്യിലുണ്ട് സാധനം. അപ്പുറത്തെ മൗത്ത് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പുറത്തെ ട്യൂബ്ലെസ് ആണേ. അത് കാറ്റ് നിൽക്കുന്നുണ്ട്, ഒരു 3-4 ദിവസം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോണ പിന്നെ 4-5 ദിവസത്തിൻ്റെ ഒരിക്കൽ കയറ്റി വരുന്നുണ്ട്. ഞാൻ ചുറ്റും നോക്കി, ഇവിടെ ഒന്നും കണ്ടില്ല. അതൊന്നും എന്തായാലും ആവിയിലും ചെക്ക് ചെയ്തിട്ട് എന്തായാലും വന്നു അതുകൊണ്ട് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു. ഇല്ലല്ലോ അതൊന്ന് എണ്ണ ഗൂഗിൾ പേ ചെയ്ത പോലെ ഞാൻ GPay ചെയ്തോട്ടെ പോട്ടിന്. അപ്പോൾ ആ ഒരു ആണ്ട് പഞ്ചർ അതും എടുത്തു കഴിഞ്ഞു. പുറത്ത് നേരം നമുക്ക് വർക്കിന് പോവാം. മുകളിൽ തന്നെ അക്കൗണ്ടിൽ കാശ് ചെയ്താൽ സീറ്റ് ബെൽറ്റ് ഇട്ട് നേരെ അടുത്ത് 2 കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വരാം. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി പഞ്ചർ ഇട്ടിങ് കഴിഞ്ഞു. ട്യൂബ്ലെസ്സിലൊരു കുത്തി കഴിഞ്ഞു. നേരെ നമുക്ക് അടുത്ത വർക്കിൽ. ഫസ്റ്റ് കംപ്ലൈൻറ്റ് നമുക്ക് നെല്ലിക്കോട് പോവാം. അതായത് മേട്ടോളിൽ നിന്നൊരു 200 മീറ്റർ ഒരു ഔട്ടർ ഏരിയൻ്റെ പേരാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നേരെ നെല്ലിക്കോട്. അവർ ആക്ച്വലി ഇന്നലെ പറഞ്ഞതാണ് കംപ്ലൈൻറ്റ്. ഇന്നലെ വൈകുന്നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. വൈകുന്നേരം ജിമ്മിൽ പോയതുകൊണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ശരി പറഞ്ഞു ഇന്ന് രാവിലെ പോകാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പള്ളിമുക്ക് ജംഗ്ഷൻ എത്തി. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് റോഡിലേക്ക് തിരിഞ്ഞാൽ മതി. ഓക്കെ, പള്ളിമുക്ക് ജംഗ്ഷൻ. ഓക്കെ, ഇത് ഞങ്ങളുടെ അടുത്ത് മണ്ഡപമാണ്, പള്ളി മണ്ഡപമാണ്. ആക്ച്വലി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ വരും, ഈ പള്ളിയിലോട്ട് വരും. പള്ളിക്കഞ്ഞി വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. നോമ്പ് ടൈമിൽ അടിപൊളിയാണ്. പള്ളിക്കഞ്ഞി ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡെയിലി എൻ്റെ കൂട്ടുകാരല്ലേ തോഫിക്കില്ല, അവനും അവൻ്റെ മരുമാനും ഞാനും കൂടി നേരെ ഇങ്ങോട്ട് വരും. ഞാൻ വീട്ടിൽ നിന്നൊരു പാക്കറ്റ് കൊടുത്തിട്ട് വരും. അപ്പോൾ നെല്ലിക്കോട് ഇവിടുന്ന് ലെഫ്റ്റ്. ഓക്കെ, ഇവിടെ നേരെ നമുക്ക് ആ കനാൽ റോഡിലൂടെ കയറിപ്പോ. ബാബുട്ടാ ധാര് ബാബുട്ടാ പോയിട്ട് അവിടെ കസ്റ്റമറാണ് നമ്മുടെ ആൾ. അടിപൊളിയാണ് ബാബുട്ടെ. ബാക്കി ഇതാണ് നെല്ലിക്കോട് പാലം. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തുള്ളൊരു വീട്ടിലാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത്. ഒരു അമ്മ മാത്രം തനിച്ചുള്ളൂ അവിടെ. അപ്പോൾ അമ്മയോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അവർ ഏഷ്യനെറ്റ് മാത്രം കാണില്ലേ, ആ ചാനൽ മാത്രമേ പോയിരിക്കുന്നു. ഏഷ്യനെറ്റും മഴവിൽ മനോരമയും മാത്രം പോയി പറഞ്ഞു. ആ അമ്മ പറയുന്നത് ഞാൻ ബാക്കി ഏത് ചാനലും കാണില്ല കുട്ടി, ഞങ്ങൾക്ക് ഈ 2 ചാനലും മാത്രം മതി, ആ ചാനലിന് പോയി. ബാക്കിയുള്ള ചാനലൊക്കെ ക്ലിയർ. ഞാൻ പോയി നോക്കിയായിരുന്നു, ഞാൻ ജസ്റ്റ് റഫായി പോയി നോക്കിയായിരുന്നു ബൈക്ക് കൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചാനലൊക്കെ കറക്റ്റായി വന്നത്. ഇവർക്ക് ആവശ്യമില്ല 2 ചാനൽ മാത്രം വർക്കില്ല. അപ്പോൾ ആക്ച്വലി ആ നോടെന്തെങ്കിലും പോയിട്ടുണ്ടാവും തോന്നുന്നു. FTTH നോടെന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും തോന്നുന്നു. അതൊന്ന് പോയിട്ട് അവിടെ പോയിട്ട് നേരെ എഗെയിൻ കസ്റ്റമർ എൻ്റെ എത്താനായി. എഗെയിൻ ഒരു റൈറ്റ്. കുഞ്ഞു റോഡാണ്. ഓക്കെ, യെസ്, ഈ വീടാണ്. ഈ വീട്ടിൽ അച്ഛൻ കംപ്ലൈൻറ്റ് വന്നത്. ഒന്ന് പോയി നോക്കട്ടെ. വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ 2 വീലറിലും ഓട്ടോയും വരും. ഓട്ടോ വരും എൻ്റെ മുമ്പ് നമുക്ക് വേഗം ഈ പോസ്റ്റിലുള്ള നോടൊന്ന് മാറ്റിവിടാം. ഓട്ടോ വന്നാൽ പണി കിട്ടും. ഗായ്സ് പണി കിട്ടി. ഓട്ടോ വന്നു. പണി കിട്ടി. ചൊല്ലി വായ മൂടെല്ലാം അതുക്കുള്ള ഓട്ടോ വന്നിരിച്ച്. ഇനി വണ്ടിയിൽ കുറച്ചപ്പുറത്ത് ഗേറ്റ് വെച്ചിട്ട് നടന്ന് വരാം. അത് നടക്കും. ഇനി ആദ്യം വണ്ടി ബസ് തരണം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ കൊണ്ട് നിർത്തി വണ്ടി. ഓട്ടോ പോകുന്നത് ആ വഴി പോട്ടെ. ഹായ്, നമ്മളങ്ങനെയാണ് പോയിട്ട് വണ്ടി അങ്ങോട്ട് കയറ്റുണ്ടാകും. ഇല്ല, ഞാൻ ഇവിടെ നിർത്തി വണ്ടി. ഇനി 2ാം പ്രാവശ്യം പോയിട്ട് പിന്നെയും വേണ്ടേ. അപ്പോൾ ശരി പറഞ്ഞിട്ട് വണ്ടി ഇവിടെ നിർത്തി. ഗായ്സ് അപ്പോൾ വണ്ടി നിർത്തി. എന്തായാലും ഈ കോണി ഇറക്കട്ടെ. ലാഡർ ഇറക്കിയിട്ട് ആ പോസ്റ്റിൽ പോയിട്ട് ആ നോടൊന്ന് മാറ്റി വിട്ടെ. ഐ തിങ്ക് നോട് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കയ്യിലെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ സാധനം നോട് ഇതിൽ ഇത് വർക്ക് ചെയ്യും തോന്നുന്നു. ഗ്രീന് ഇതൊന്ന് മാറ്റി നോക്കട്ടെ. ഈ ഗ്രീന് വർക്ക് ചെയ്യും. FTTH നോടാണ്, ഒപ്റ്റിക്കൽ ഫൈബർ നോടാണ് അത്. അപ്പോൾ നമ്മുടെ കോണിയൊക്കെ ഇറന്നാക്കിയിട്ട് വർക്ക് ചെയ്യട്ടെ. ഗായ്സ് അങ്ങനെ ഞാൻ പോസ്റ്റിൽ കയറ്റം മെല്ലെ ആ ബ്ലാക്ക് കളർ ചിപ്പ് മാറ്റിയിട്ട് സിംഗിൾ ലോഡാക്കി വിടാം. ആക്ച്വലി അതന്നെ ആയിരിക്കുമല്ലോ തോന്നുന്നു കംപ്ലൈൻറ്റ്. നോക്കട്ടെ.
എൻ്റെ ഈ ചിപ്പ് പോയിട്ടുണ്ടാവും. ഈ സാധനം തലകായ കിടന്നല്ലേ, മഴ വെള്ളം ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഒക്കെ തുരുമ്പ് പിടിച്ചത്, വെള്ളം ഉള്ളിൽ കയറി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ വീട്ടിൽ ആളില്ല, ഒഴിഞ്ഞു പോയി. അപ്പോൾ ഒരു കൂടെ ഉള്ളൂ. അപ്പോൾ ഡാറ്റ ഐജോയിൻ്റ് ഇട്ടിട്ട് ഡാറ്റ കണക്ട് വിടാം. യെസ്, വെള്ളം വേണ്ട. അതെ തന്നെ. അപ്പോൾ ഇതാ ഈ നോടൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിംഗിളോട്ടിലോട്ട്. ഓക്കെ, ഈ പഴയ സാധനത്തിന് അയച്ചേക്കാം നമുക്ക്. നല്ല താത്തനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണം, അത് ഫോണും പിടിച്ചിട്ട്. അയ്യോ, ചെരുപ്പിടാത്ത വേറൊന്നുമല്ല, ഞാൻ വെള്ളിങ്ങിരിക്കുന്നതിൽ മാലിട്ടിരിക്കുകയാണ്. അപ്പം അത് ചെരുപ്പിടാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഈ സാധനം തന്നെ പോയി കളഞ്ഞു. അതിൽ തുരുമ്പ് കറയൊക്കെ വരും ഇവിടുന്ന്. അപ്പോൾ കഴിഞ്ഞ് ഇവിടുന്ന് കോണി എടുത്ത് നേരെ നമുക്ക് അടുത്ത വർക്ക് പിടിക്കാം. എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്ന്. അപ്പോൾ അടുത്ത വർക്ക് കഴിഞ്ഞു നേരെ അടുത്ത വർക്ക് പിടിക്കാം. കോണി കയറ്റി വെച്ചു. ചൂട് മാത്രം താങ്ങില്ല, എന്താണെന്നറിയാം ഹീറ്റ്. പോസ്റ്റിന് മുകളിൽ കയറും വേഗം ചെയ്യാൻ ആൾ. ഇവിടെ നിന്ന് വണ്ടികൾ കിട്ടുന്നേരെ എല്ലാം മിറർ മാറി മിറർ സെറ്റാക്കി. ഇവിടെ നേരെ ഇനി അടുത്തത് മാറ്റോളിൽ തന്നെ ചെറിയ കമ്പനിയുണ്ട്. അപ്പോൾ അത് പോയി നോക്കട്ടെ. നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് കുറച്ച് മോട്ടിവേഷനാകും. അപ്പം മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് തരണം. എല്ലാവരും ആദ്യം ഒരാൾക്ക് വെച്ച് ഷെയർ ചെയ്യാം. ഒരുപാട് പേർക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുമാർ ആദ്യം ഒരാൾക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് അവരിന് ഒരൊറ്റ ആളെ കൊണ്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. കസ്റ്റമറിനോട് എത്താനായി. കൂട്ടുകാരുടെ അവിടെ ഒരു വയറെന്തോ പൊട്ടിയെന്ന്, ലോറിയൊക്കെ പോയിട്ട് വയറ് പൊട്ടിയെന്തോ പറയണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കുഴപ്പമില്ലാതെ അവിടെ വേറെ എവിടെ കേബിളിലൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മുടെയാണോ അത് വേറെ ഇനി നമ്മുടെ ഒരു 2 വയർ ഡമ്മി ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഡമ്മി വയറാണോ അതാ വേറെ കേബിളുകാരൻ്റെ വയറാണോ എന്ന് അറിയില്ല. നമ്മളവിടെ ആരും വിളിച്ചിട്ടില്ല. കസ്റ്റമർ ഒരാൾ വിളിച്ച് വയറ് പൊട്ടിയെന്ന് പറഞ്ഞു. ഒന്ന് കൺഫേം ചെയ്യാം. നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി വിടാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആരിൻ്റെ വെച്ച് അവരിനെ വിളിച്ച് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് വർക്ക് ചെയ്യും. നമ്മളപ്പോൾ തന്നെ അതിൻ്റെ മുതൽ കൂട്ടുകാരുടെ കട എവിടെയോ ആണ് കട്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ചൂട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഏതാ വയറ് നടക്കാതെ നോക്കട്ടെ. സൈഡാക്കി കുറച്ച് നമ്മുടെ തന്നെയാണ്, പഴയ ഡമ്മി വയറ, ഉപയോഗിക്കാത്ത വയറ. എന്തായാലും പൊട്ടിയില്ല, അതിനടുത്ത് ഓരത്ത് കെട്ടി വയ്ക്കാം. ഇല്ലേ കട്ട് ചെയ്ത് ഇവിടെ ആണോ, എന്തിനാണ് ഈ ലെങ്ക് വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ ചുറ്റി വയ്ക്കാം ബാലൻസ് വയർ. അയ്യോ ഗായ്സ്, ചൂട് താങ്ങുന്നില്ല. ഞാൻ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. റോട്ടിൽ കാല് വെക്കാൻ പറ്റില്ല. അതിന് മാല ഇട്ടിക്കൊണ്ട് ചെരുപ്പിടുന്നില്ലല്ലോ. വെറും കാല് വെച്ച് റോഡിൽ കാല് വെക്കാനേ പറ്റില്ല. വേഗം കാല് കിടന്നിട്ട്. അപ്പോൾ അതായാലും വർക്ക് കുറച്ച് നേരം നിർത്തി വയ്ക്കാം. ഒരു 3 മണിക്ക് ശേഷം ചെയ്യാം. ഇനിയൊരു കംപ്ലൈൻറ്റ് ഉള്ളൂ, അത് 3 മണിക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ അവിടെ ആളില്ല. വൈകുന്നേരത്ത് പോയിട്ട് അതിന് പണി മാറി വരുന്നതിന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അവിടെ ആ വേസ്റ്റ് വയർ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് വലിയ പർപ്പസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നെല്ലിക്കോട് വഴി റൂട്ടാണ്. അപ്പം നേരെ അടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഓക്കെ ഗായ്സ്, അപ്പോൾ തിരിച്ചു പോകുന്ന റൂട്ട് ഞാൻ എപ്പോഴും കാണുന്നത് തന്നെ. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യണം വീഡിയോ. എല്ലാവരും ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഗായ്സ്, അത്രയുള്ള വീഡിയോ. ബൈ ഗായ്സ്. പിന്നെ കാര്യം പറഞ്ഞു, എന്തായാലും മേട്ടുപ്പാളയും ജിമ്മിലേക്ക് ഒന്നും കൂടി പോകേണ്ടി വരും. അതുകൊണ്ട് ജിമ്മിൻ്റെ എഗ്രിമെൻ്റ് ഒന്ന് വയ്ക്കാനുണ്ട് മാത്രമല്ലേ. അപ്പോൾ എഗ്രിമെൻറ്റ് പോകാൻ അപ്പോൾ ശരി പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഉച്ചയാകുമ്പോഴേക്കും വരാൻ പറഞ്ഞു. എന്തായാലും വീട്ടിൽ പോയി പ്രത്യേകം പണിയില്ലല്ലോ. ഞാൻ ബൈക്ക് എടുത്ത് ജിമ്മിൽ പോയി അവൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തുതരാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ അതൊരു ടൗണിൽ പോകണം, പാലക്കാട്. അതുകൊണ്ട് ഇന്നൊക്കെ എന്തായാലും വേണ്ട, നാളേക്ക് നമുക്ക് പാലക്കാട് ടൗണിലേക്ക് പോകണം. പാലക്കാട് ടൗണിലേക്ക് പോകണം, ഒന്ന് ഓഫീസിലേക്ക് പോകണം. ഇൻട്രസ്റ്റ് നോക്കാം. അപ്പം ശരി പറഞ്ഞ
നാളെ പാർക്കാം. നാളെ എന്തായാലും ഒരു വണ്ടി നോക്കാൻ പോകണം. എനിക്കല്ല, എൻ്റെ ഫ്രണ്ടിനാണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം പറഞ്ഞു. നോക്കിയിട്ട് പറയാം, കൺഫേം അല്ല. ഏട്ടാ നാളേക്ക് നോക്കിയിട്ട് വിളിക്കാം, എന്നിട്ട് നമുക്ക് പോകാം പാലക്കാട്. അവൻ കൊണ്ടായിട്ട് ഏതൊരു വണ്ടി എടുക്കുന്ന പറയേണ്ടായിരുന്നു. ശരി, അപ്പോൾ എന്തായാലും അവൻ്റെ കാര്യത്തിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാറിൽ തന്നെ പോയിട്ട് നമുക്ക് നേരെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നേരെ വരാം. ട്രാക്ടർ കഴിഞ്ഞു മരവന്ത കയറ്റി വരുന്നുണ്ട്. എവിടെയാണെന്ന് അറിയില്ല, ഫുള്ള് ലോഡ് കയറ്റി വരുന്നുണ്ട് ആൾ. മുകളിൽ 2-3 ആളിനെ ഇപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങളവിടെ അയ്യപ്പം കൂടെ. അങ്ങനെ കടൻ്റെ അവിടെ എത്തി മെല്ലെ. എന്തായാലും കടൻ്റെ അവിടെ എത്തിയിട്ട് സോഡ കുടിച്ചിട്ട് പോവാം. ആയതെന്തായാലും ആയി. ഞാനവിടെ കണ്ണാറിൻ്റെ അവിടെയാണ് അടുത്ത സമ്പാദിക്കുന്നു അവിടെ. ഞാൻ അങ്ങനെ വീഡിയോ വ്ളോഗ് എടുത്തിട്ട് വന്നുകൊണ്ടിരുന്നാ കിടക്കട്ടെ പോയി സമ്പാദിച്ചു. ഞാൻ വർക്കിന് പോയതായിരുന്നു, അതൊന്നും നിർത്തിയിട്ടില്ല. അയ്യർ സംഭാരം ഗായ്സ്, വെയിലിന് നല്ലൊരു സംഭാരം കുടിച്ചു. 8 രൂപയുടെ സംഭാരം, അയ്യർ സംഭാരം കുടിച്ചു. ഇനി നമുക്ക് വീട്ടിൽ ഇപ്പോൾ റെസ്റ്റ്. വൈകുന്നേരം റെസ്റ്റ്. ബാക്കിൽ ഒരു എക്സൽ നിൽക്കുന്നുണ്ട്, പോയി സഹിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ സൈഡ് മിറർ പോയതുകൊണ്ട് എനിക്ക് മിററിലാണ് ഓടാൻ. എനിക്ക് ബാക്കിൽ നോക്കി ഓടി. എല്ലാവരും നമ്മുടെ പിള്ളേർക്ക് ബാക്കിൽ നോക്കി ഓടിയിട്ടു. എനിക്കത് എങ്ങനെ നോക്കിയാലും വണ്ടി കിട്ടില്ല. എനിക്ക് 3 മിറർ നോക്കിയിട്ട് വണ്ടി ഓട്ടാൻ നോക്കി, റിവേഴ്സ് ഇറക്കി നോക്കി. അത് ചെറുപ്പം പോലെ ഞാൻ അത് അങ്ങനെ നോക്കി ശീലിച്ചതുകൊണ്ട് ഏത് വണ്ടി ചെയ്താൽ ശരി എനിക്ക് നമ്മൾ ഫുള്ളായി ബാക്കി നോക്കി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും കൊണ്ട് പോകും. അതേ മിറർ നോക്കിയിട്ടാണെങ്കിൽ കറക്റ്റായി കിട്ടും. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, ആൾക്ക് ഡിസ് ചെയ്ത് കൊടുക്കാം. അവനും പോയ നമ്മുടെ അറിവ് പോയാണ് നമുക്ക് പോയത്. ശ്രദ്ധിച്ചിരുമ്പോൾ അപ്പോൾ അങ്ങനെ വീടെത്തി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ.